ശരണ്യ അഖിൽമാരാര് ഉന്നയിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റോ സ്ത്രീകൾ ബിഗ് ബോസിൽ കയറണമെങ്കിൽ വഴങ്ങിക്കൊടുത്തിട്ടാണ്. ഈ കാര്യം നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ നേരെ പോയിട്ട് അങ്ങേരോട് ചോദിച്ചാൽ പോരെ. ഇങ്ങനെ ചുമ്മാ വേഷം കെട്ടുള്ള കാര്യങ്ങൾക്ക് എന്റെ പേര് സംസാരിക്കും എല്ലാം വലിച്ചെടുത്ത് ദൂരെ കളി ഞാൻ പറഞ്ഞേക്കാം. ബിഗ് ബോസ് ഹൗസിൽ 65 ദിവസം ശരണ്യെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഡ്രസ് ഇട്ടുകൊണ്ട് മാത്രം ഇനി മേലെ ഇനി പറഞ്ഞ എന്റെ വേറെ സ്വഭാവം കാണും. ശരണ്യ ആനന്ദിൻ്റെ ഇൻ്റർവ്യൂ ആണ് ഈ കാണുന്നത്. പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ വെക്കുന്നില്ല, കാരണം ഉറപ്പായിട്ട് കോപ്പറേറ്റ് അടിക്കും. അവരുടെ ഡയലോഗാണ് കേൾപ്പിച്ചത്. എന്താണ് ഇപ്പോൾ ഇത്? ഇത്രയ്ക്കും തരം താഴ്ന്ന പരിപാടി കാണിക്കാൻ പാടുണ്ടോ? റീച്ചിന് വേണ്ടിയിട്ട് ചുമ്മാതെ അഖിൽമാരാറിനായിട്ട് വലിക്കാന്ന് പറയുമ്പോൾ ഇത് അഖിൽ ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നമ്മൾ പറയാറുണ്ട്, പലരും പറയുന്നുണ്ട് റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ അഖിൽ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പക്ഷേ ഇത് കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇരുത്തം കണ്ടില്ലേ, ഭയങ്കര മാധ്യമ പ്രവർത്തകനാണെന്ന്. കഴിഞ്ഞ ദിവസം മറ്റേ ആറാട്ടനെയൊക്കെ വിളിപ്പിക്കുന്നുണ്ടായിരുന്നു, മറ്റേ മഹേഷിനെ കൊണ്ട്. എന്തോ ഊളപ്പരിപാടിയാവും ഇത്. അഖിൽ റീച്ചിന് വേണ്ടി ചെയ്തില്ലെങ്കിലും ഈ മറ്റേ ശരണ്യം ഈ മാധ്യമ പ്രവർത്തകനുണ്ടല്ലോ, ഇവനും ഇത് റീച്ചിന് വേണ്ടിയിട്ടാണ് ചെയ്തതെന്നുള്ളത് നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വാക്കുകളാണ്, ഇതാണ് അവരുടെ വീഡിയോ തുടങ്ങുന്നത് തന്നെ ഈ ഒരു ഡയലോഗും ഈ ഒരു പൊട്ടിത്തെറിയും ഒക്കെ ആയിട്ടാണ്. അതിനൊരു മ്യൂസിക്കൊക്കെ ആയിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ റീച്ച് ഉണ്ടാക്കുന്നത്? ഇതിലും വേറെ വല്ലതും അഖിൽ പറയുന്ന പോലെ വേറെ വല്ലതും പരിപാടിക്ക് പോക്കൂടെ? ഇതിൽ ശരിക്കും പറഞ്ഞാൽ ശരണ്യ എന്ന് പറയുന്ന വ്യക്തി അത്രയ്ക്കും പാവമൊന്നുമല്ല. ഈ വക പരിപാടിക്ക് ഓക്കെ പറഞ്ഞത് ശരിയായില്ല. അതോ ഇനി ശരണ്യ മറ്റു ദേഷ്യത്തിലായിരുന്നു കാണും. ചിലപ്പം ശോഭ വിളിച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് കാണും. ഇതിനകത്ത് അങ്ങനെ ഒരു സംഭവമുണ്ട്. ശോഭ വിശ്വനാഥ് എന്ന് പറയുന്ന നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ ബിഗ് ബോസ് വിന്നർ എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. പക്ഷേ പുള്ളിക്കാരി പറയുന്നത് ആരും ശ്രദ്ധിക്കാറില്ലെന്നേ ഉള്ളൂ. പുള്ളിക്കാരിയെ മറ്റേ സ്റ്റീഫൻ ദേവസി പിടിച്ചുകൊണ്ട് പുറത്തോട്ട് പോയതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ. മറ്റേ ഡാർക്ക് റൂമിനകത്ത് നിർത്തിയിട്ട് അന്ന് പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അത് നമ്മളെല്ലാം കണ്ടതാണ്. പക്ഷേ ഇപ്പോഴും പുള്ളിക്കാരിക്ക് അതങ്ങോട്ട് ഡൈജസ്റ്റ് ആയിട്ടില്ല. പുള്ളിക്കാരി അല്ല വിന്നർ എന്നുള്ളത് ഒരു ഹാലുസിനേഷനിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ശോഭ എന്ന് പറയുന്ന ആൾ. പിന്നെ ഇതിനകത്ത് ശോഭയും കുറ്റം പറയാൻ പറ്റില്ല. ശോഭയ്ക്ക് നല്ല കാശൊക്കെ കിട്ടിക്കാണും. ചിലപ്പം ഈ ഏഷ്യാനെറ്റിൽ ജോലി ചെയ്യുന്ന 2 പേരുണ്ടല്ലോ, അഖിൽ പറഞ്ഞ 2 പേര്, അല്ലെങ്കിൽ അതിൻ്റെ കോർപ്പറേറ്റ് തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ഈ ശോഭ വിശ്വനാഥിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോയെന്നും അറിയില്ല. കാരണം പുള്ളിക്കാരിയുടെ ഇന്നലത്തെ കരച്ചിലായിട്ട് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ആ ചാനലിൽ വന്നിരുന്ന് കരഞ്ഞ് ഇങ്ങനെ മെഴുകുന്നുണ്ടായിരുന്നു. പക്ഷേ വന്നിരുന്നില്ല, അവളുടെ വോയിസ് മാത്രമാണ് കേൾപ്പിച്ചത്. അയ്യോ എന്ത് ജന്മമാണ്! കഴിഞ്ഞ കൊല്ലം നമ്മൾ ബിഗ് ബോസിൽ കണ്ടതാണ്. മറ്റേ കാരണത്തൊന്നും ഇറങ്ങാതെ ഇരുന്നിട്ട് എനിക്ക് ഇനിയും ചെയ്യണം, എനിക്ക് ഇനിയും ഇരിക്കാം, എനിക്ക് എത്ര നേരം ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് നോക്കണം എന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണല്ലോ. അപ്പോൾ ഒരിക്കലും മറ്റേ തോറ്റുപോയി എന്ന് മനസ്സിലാവാതെ അവിടെ തന്നെ കിടന്ന് ഇങ്ങനെ ഉരുണ്ട് ഇനി അവിടെ കിടന്ന് ഉരുണ്ടോന്ന് പറയില്ലേ, അതുപോലത്തെ ഒരാളാണ് ഈ ശോഭ. ഞാൻ മനസ്സിലാക്കിയത്, മിക്ക ആൾക്കാർ മനസ്സിലാക്കിയതാണ്. അപ്പോൾ പുള്ളിക്കാരി ഈ അഖിലിനെതിരെ എന്തൊക്കെയോ പ്രവർത്തികൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതിനകത്ത് പുറകിൽ ജുനൈസ് ഉണ്ടോ എന്നറിയില്ല, ചിലപ്പോൾ ഉണ്ടാവാം. എന്താണേലും അഖിലിന് നല്ല കുറച്ച് പണിയൊക്കെ കിട്ടിയിട്ടുണ്ട്. പോക്സോ കേസൊക്കെ എടുത്തിട്ടുണ്ട്. പുള്ളിക്കാരൻ മക്കളെ അടിക്കാറുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്നെങ്ങാണ്ട് പുള്ളിയെ വിളിച്ചു എന്നൊക്കെയാണ് പുള്ളിയുടെ വീഡിയോയിൽ പറഞ്ഞത്. ഇന്ന് പുള്ളി ലൈവിലുണ്ടായിരുന്നു. ലൈവിൽ വന്നിട്ട് പുള്ളി കുറേ കാര്യങ്ങൾ ഇതിനായി ശോഭയെക്കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നെ പുള്ളി ഈ ചെക്കനെ ഇട്ടങ്ങ് മറ്റേ തേച്ചൊട്ടിച്ചു. ഈ മാധ്യമ പ്രവർത്തകനുണ്ടല്ലോ ഇവിടെ ഇരുന്ന് ഇൻ്റർവ്യൂ എടുക്കുന്ന അതിൻ്റെ ഒരു പറയാനാണ്. ഇങ്ങനത്തെ ഊളന്മാരെയൊക്കെയാണ് ശരിക്കും സൂക്ഷിക്കേണ്ടത്. ഇതുപോലത്തെ ആൾക്കാർ കാരണമാണ് ഈ യൂട്യൂബിൽ ഇപ്പോൾ അഖിൽ പറഞ്ഞത് ഒരു മൊബൈലിലായിട്ട് വന്നു കഴിഞ്ഞാൽ നീയൊക്കെ മാധ്യമ പ്രവർത്തകനാണോടാ ഇതാന്നൊക്കെ പുള്ളി വിളിക്കാൻ കാരണം അത് പുള്ളിയുടെ ദേഷ്യമാണ് പുള്ളി പ്രകടിപ്പിച്ചത്. പക്ഷേ അതിനകത്ത് പുള്ളി ഒരു മൊബൈലായിട്ട് നീയൊക്കെ വന്നു കഴിഞ്ഞാൽ മൊബൈലും തൂക്കി പിടിച്ചോണ്ട് മൊബൈലും തൊലിച്ചോണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗുണ്ട് പുള്ളിയുടെ ഡയലോഗ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് വെക്കാം. അപ്പോൾ അത് അത്രയ്ക്കും പുള്ളി പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതുപോലത്തെ ആൾക്കാർ ഈ ഊളപ്പരിപാടി, ഇത് ശരിക്കും ഊളപ്പരിപാടി തന്നെയാണ്. ഇതുപോലത്തെ ഒരു സ്ത്രീയെ വിളിച്ച് അത് ഇപ്പോൾ രണ്ടാമതവൻ ചോദിച്ച ചോദ്യമാണ് അതിലും വൃത്തിയായിട്ടത്. മറ്റേ 70 ദിവസം നിങ്ങളവിടെ നിന്നതെന്ന് പറഞ്ഞാൽ ആ ഡ്രസ്സ് ഇട്ട കാരണം മാത്രമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ച് അതിന് പുള്ളിക്കാരി ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. അതായത് ഭയങ്കര റിയലായിട്ടൊക്കെ കാണിക്കുകയാണ്. ഇത് റിയലായിട്ട് സംഭവിച്ച പോലെയൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ അത് എനിക്ക് തോന്നുന്നില്ല റിയലായിട്ട് സംഭവിച്ചാണ്. ഇത് സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിന് ശരണ്യ ഓക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ എടുത്തതെന്നാണ് തോന്നുന്നത്. റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. പക്ഷേ എന്താണേലും ക്രിയേറ്റിവിറ്റി ആണെങ്കിലും ചീപ്പായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ആയിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കാണുമ്പോൾ. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. എന്താ പറയുക, അഖിലിൻ്റെ ഡയലോഗ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വെക്കാം, നിങ്ങൾ കേട്ടോക്ക്. കാരണം ഇതിനകത്തൊരു പ്രശ്നം, മിക്ക ആൾക്കാരും നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല. പിന്നെ പലതന്തയ്ക്ക് മുന്നേ ഉണ്ടായിട്ടുള്ള ചില മാധ്യമ പ്രവർത്തകരായിട്ട് നടക്കുന്ന ചില മൊബൈലും പൊക്കി പിടിച്ചു നടക്കുന്ന ചിലവന്മാർ ഞാൻ എന്താ പറഞ്ഞത്, ഇപ്പൊ ശരണ്യ ആനന്ദ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് ഒരു വിവരവും ബോധവുമില്ലാത്ത ഒരു മരയോള അവൻ പോയിട്ട് ചോദിക്കുകയാണ്, അഖിൽമാരാ പറഞ്ഞല്ലോ ബിഗ് ബോസിൽ മത്സരാർത്ഥികളൊക്കെ കിടന്നു കൊടുത്തിട്ടാ പോണെന്ന്.
ഇവനെയൊക്കെ ഇവിടെ മോന്താണ്ട് അവിടെ ചെബുക്കലടിച്ച് പറിക്കല്ലേ വേണ്ടത്. അവനെ എന്റെ കൺമുന്നിൽ കണ്ട അവിടെ ചെബുക്കലടിച്ച് പറിക്കണം എനിക്ക് തോന്നുന്നു. നീ എവിടെ നടാ കഴിവറാ മോനെ ഇത് കേട്ടത്? അപ്പൊ ഇവിടെ അതായത് ഇപ്പൊ ശരണ്യ ഇത് കേട്ടിട്ടില്ല. ശരണ്യ ബിഗ് ബോസിനകത്ത് നിൽക്കുമ്പോൾ ഉണ്ടായ ഒരു വിഷയം, അല്ലെങ്കിൽ ശരണ്യ ആയിക്കോട്ടെ മറ്റൊരു സ്ത്രീ ആയിക്കോട്ടെ, ഇവരടുത്ത് പോയി ചോദിക്കുന്ന ഇതാണ്. ഇതിപ്പം കേട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത്? പച്ച തെമ്മാടിത്തരങ്ങള് ഓൺലൈൻ മാധ്യമ പ്രവർത്തന കോപ്പ എന്നും പറഞ്ഞുകൊണ്ട് എവിടൊക്കെ നടന്ന ഒരാൾക്ക് പോയി ചോദിക്കുകയാണ്. അപ്പൊ ഇത് ചോദിക്കുമ്പോഴത്തേക്ക് ഈ കാര്യം എന്താണെന്ന് കേൾക്കാതെ ഈ പെൺകുട്ടികൾ പെട്ടെന്ന് അതിനകത്ത് റിയാക്ട് ചെയ്യുകയാണ്. അപ്പൊ ഇവരിങ്ങനെ റിയാക്ട് ചെയ്ത് ഇവർ സംസാരിക്കുന്നു. ഉടനെ ഇവരുടെ മറുപടി എടുത്ത് വെച്ച് അഖിൽമാരാർക്കെതിരെ ഇന്നാൾ, അഖിൽമാരാർക്കെതിരെ മറ്റേയാൾ. എടാ നീയൊക്കെ നിന്റെയൊക്കെ സ്വഭാവമുള്ളവന്മാർ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയുടെയും ഭാര്യയുടെയും ബെഡ്റൂമിനകത്ത് ക്യാമറ വെച്ചിട്ട് നീയൊക്കെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന സ്വഭാവങ്ങളാണ് ഈ മാധ്യമ പ്രവർത്തകരാന്ന് പറയുന്നത്. നീയൊക്കെ എവിടുത്തെ മാധ്യമ പ്രവർത്തകർ? കോപ്പ നിന്റെയൊക്കെ മാധ്യമ പ്രവർത്തനം. മൊബൈൽ എടുത്ത് വെച്ചിട്ട് തൊലിച്ച് ഇതിനകത്ത് ഒരു വിഷയം ഒരാൾ ഉന്നയിക്കുമ്പോൾ ഒന്നുകിൽ ആ വിഷയം എന്താണെന്ന് കേൾക്കാനുള്ള മാന്യത ഉണ്ടാവണം.